നമസ്കാരം. എൻ്റെ പേര് വിനോദ്. വീട് വടയാറാണ്. വടയാർ ഒരു ചെറിയ ഗ്രാമമാണ്. പഴമ്പട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ സിനിമയുടെ കാര്യങ്ങൾ മുഴുവൻ നീക്കിയത്. ആദ്യമായിട്ടാണ് സിനിമയിൽ വരുന്നത്. കാരണം വെച്ചാൽ സന്തോഷ് ചേട്ടനും ഇവരൊക്കെ വന്ന് ആദ്യമായിട്ട് ഇവരൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നത്. എന്നപ്പോൾ എന്നെ കണ്ട് സാങ്കുട്ടിച്ചേട്ടൻ്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷ് ചേട്ടൻ പറഞ്ഞു, അതുകൊണ്ടാണ് വിനോദ് ചേട്ടൻ്റെ അടുത്ത് വന്നതെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ തറവാടായ വീട്ടിൽ കൊണ്ടുപോയി. ഇവർക്ക് ഒരു ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞാൽ സന്തോഷം ഇന്ന വീട് നോക്കാമെന്ന് പറഞ്ഞ് ഞാനവിടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ച് ഞങ്ങൾ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ പറഞ്ഞ ഉടനെ നമുക്കിതൊരു വലിയൊരു സിനിമ ആക്കിയാലോ എന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഉടനെ സന്തോഷ് ചേട്ടൻ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ആലോചിക്കാം വിനോദ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം സന്തോഷ് ചേട്ടനും അഭിജിത്ത് കടവെന്ന് പറഞ്ഞു, വിനോട്ടം നമുക്ക് വിനോട്ടം പറഞ്ഞു കൊടുത്തു നമുക്ക് വലിയൊരു സിനിമ ആക്കാമെന്ന് പറഞ്ഞു. വലുതല്ല എങ്കിലും ഒരു ചെറുതല്ല എങ്കിലും വലുത് എന്ന ഇതിൽ ആക്കിയത്. പക്ഷെ ആ സിനിമ അവിടെ പിടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഷൂട്ട് നടക്കും എന്നൊരു പ്രതീക്ഷയിലായിരുന്നൊരു നാടാണ്. കാരണം വെച്ചാൽ എപ്പോഴും വെള്ളത്താൽ ചുറ്റിപ്പിട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. നല്ല രീതിയിലുള്ളൊരു വഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം തന്നെയായിരുന്നു, വെള്ളപ്പൊക്കം. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഷൂട്ട് ചെയ്ത് പൊതുജനത്തിലേക്ക് ഞങ്ങളുടെ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കി. ഇപ്പം ഇത് കണ്ട ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ നാട് നല്ലൊരു നാടാണ്, ഏത് സിനിമയ്ക്കും അതുപോലെ തന്നെ ഏത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്. എന്നെ വിളിച്ചു പറയും, വിനോട്ടാ നമുക്ക് നമ്മുടെ ഫിലിമിന് അവാർഡുണ്ടെന്ന് പറഞ്ഞു. വിനോട്ടിൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെന്ന് വരെ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് എന്നെ വിളിച്ചെന്നാലും തന്നെ ഇവരെ അറിയിച്ചു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കോടാനുകോടി അവാർഡ് കിട്ടണമെങ്കിൽ ഇതാണ് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, സ്കൂൾ ജീവിതത്തിലെ പ്രണയത്തിൻ്റെ കാര്യം ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആരോരുമില്ലാത്ത രണ്ട് പ്രായമായ ആൾക്കാർക്ക് ഈ കൂട്ടൽ ജീവിതത്തിലേക്ക് പങ്കാളിയായി വരുന്നതിലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത് നമ്മുടെ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഒരു ആണായാൽ അതിനൊരു ഇണ വേണമല്ലോ. ഒരു താങ്ങും തണലും ആകുമ്പോൾ അതിൻ്റെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ അതിൻ്റെ താങ്ങും തണലാവുകയുള്ളൂ. അതൊരു നല്ല ഒരു പ്രമേയമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ. ജയരാജൻ ചേട്ടൻ അന്ന് കല്യാണം കഴിക്കാൻ നടന്ന ലാസ്റ്റാണ് 70-ാം വയസ്സിലാണ് പ്രണയിക്കുന്നത്. പക്ഷേ ഞാനിപ്പോഴും കാണുന്ന വെച്ചാൽ പ്രണയം മനുഷ്യൻ എപ്പോഴും ഒരു ചെറുപ്പത്തിലേക്ക് നയിക്കുന്ന ഇതാണ്. പ്രണയങ്ങൾ ചിന്തിക്കാനും അവന് ഇത് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഞാൻ കുടുംബം തന്നെ നയിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഇതില്ല. അതിന് എന്തോ ഒരു വാക്കുണ്ടല്ലോ അതിന് പറയുന്നത്. നമ്മൾ പ്രണയിക്കുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ഒരു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ചുള്ളനാകുന്നു എന്ന് പറയുന്നത്. ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങൾ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് അന്ന് ഈ മൊബൈലില്ല, മറ്റതില്ല, എഴുത്തിലൂടെയാണ് കാര്യങ്ങൾ ഒളിച്ചും പാത്തും. മറ്റ് പ്രായമായവരെ നമ്മൾ ബഹുമാനം പേടിയോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെല്ലാം ലൈവായിട്ട് മൊബൈലിൽ ചാറ്റ് ചെയ്യുക, അവർ തോളെ കയറ്റി കിടക്കുക. അന്ന് നമുക്ക് കാണുന്നത് ഉത്സവം വരിക, ഓണം വരിക, ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഈ പ്രണയിനിയെ എന്ന് കാണാൻ പറ്റുന്ന അവസരം. കല്യാണം, ഉത്സവം, പെരുന്നാൾ, ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പ്രണയിനിയെ ഒന്ന് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കല്യാണ വീടുകളിലാണ്. രാത്രി കാലങ്ങളിൽ കല്യാണത്തിനന്ന് രാത്രി ഞങ്ങളുടെ നാട്ടിലെ അത്താഴകൂട്ടം എന്ന് പറയുന്നത്, അത്താഴകൂട്ടിന് ഇവർ വരുമ്പോൾ എല്ലാവരും കൂടി സഹകരിക്കുമ്പോഴാണ് അന്ന് കാണാൻ പറ്റുന്നത്. 70-ാം വയസ്സിലെ വിവാഹം എന്ന് വെച്ചാൽ എനിക്ക് 70 വയസ്സ് ആയില്ല എങ്കിലും പറയുവാണ്, മുന്നോട്ടുള്ള കാഴ്ചപ്പാട് പറയുകയാണ്. ഒരു ഇണയ്ക്ക് എപ്പോഴും ഒരു തുണ വേണം. അപ്പം അത് നല്ലൊരു കാര്യമാണത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് അച്ഛനും അമ്മ മക്കൾ എല്ലാം മക്കളല്ല അനിയന്മാർ പെങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിലൊരു ഇണയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. നേരെ മറിച്ച് ചേട്ടൻ, അനിയത്തി, ചേട്ടത്തി ഇവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഇണയുണ്ടെങ്കിൽ ചെയ്തു തരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അനുഭവസ്ഥനാണ് ഞാൻ. പണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് കൂട്ട് പ്രണയിക്കാനും ഇതിനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇനി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞങ്ങളവരെ പറഞ്ഞ്
പ്രലോഭിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ പോകണം ഇനി. ഞങ്ങളുടെ പ്രകോപനം തന്നെയല്ല, ഈ സിനിമ കണ്ടതിന് ശേഷം അവരിഷ്ടത്തിന് നീങ്ങാനാണ് ഞങ്ങളുടെ താല്പര്യം.